രാഷ്ട്രീയത്തിൽ എന്നും അപ്രതീക്ഷിത നീക്കങ്ങളുടെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന പേരാണ് PV അൻവർ. ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ ശക്തനായ മുഖമായി അറിയപ്പെട്ട അദ്ദേഹം പിന്നീട് അതേ മുന്നണിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച വ്യക്തിയായി മാറി. അതിനുശേഷം നടന്ന ഓരോ നീക്കവും കേരള രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയമായി മാറി. എന്നാൽ ഇന്ന് ആ അൻവർ എവിടെയാണ്? എന്തുകൊണ്ടാണ് അദ്ദേഹം മൗനം പാലിക്കുന്നത്? ഈ മൗനത്തിന് പിന്നിൽ ഒരു പുതിയ രാഷ്ട്രീയ നീക്കമുണ്ടോ? അതോ നിരാശയുടെയും അതൃപ്തിയുടെയും സൂചനയാണോ? ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയരുന്ന ചോദ്യം ഇവയാണ്. അൻവർ രാഷ്ട്രീയത്തിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുകയാണോ? UDF സർക്കാരുമായി അദ്ദേഹം അകന്നു, അല്ലെങ്കിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ ട്വിസ്റ്റിനുള്ള തയ്യാറെടുപ്പിലാണോ? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ അൻവറിന്റെ മൗനം തന്നെ ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള മാസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന നേതാക്കളിൽ ഒരാളായിരുന്നു അൻവർ. ഇടതു സർക്കാരിനെതിരായ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ പ്രതിപക്ഷം ശക്തമായി ഏറ്റെടുത്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഭരണ നേതൃത്വത്തിനെതിരെയും അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഏറെ ചൂടുപിടിപ്പിച്ചു. പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിയത് അൻവറിന്റെ ആരോപണങ്ങൾ ഭരണവിരുദ്ധ വികാരങ്ങൾ ശക്തമാകാൻ സഹായിച്ചുവെന്നാണ്. ആ പശ്ചാത്തലത്തിലാണ് പിന്നീടുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും ചർച്ച ചെയ്യപ്പെട്ടത്. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തി മാസങ്ങൾ പിന്നിടുമ്പോൾ സ്ഥിതി മാറി. സർക്കാരിനെതിരെ ഉയർന്ന പ്രധാന വിവാദങ്ങൾക്കൊന്നും അൻവർ പ്രതികരിച്ചിട്ടില്ല. PMC പദ്ധതി മുതൽ വഖഫ് വിവാദം വരെ, ഡീൽ ആരോപണങ്ങൾ മുതൽ നികുതി വിഷയങ്ങൾ വരെ സാമൂഹിക മാധ്യമങ്ങളിലും പൊതുസമൂഹങ്ങളിലും ഒരു കാലത്ത് നിരന്തരം പ്രതികരിച്ചിരുന്ന അൻവർ ഇപ്പോൾ നിശബ്ദനാണ്. ഈ മൗനം യാദൃശികമാണോ, അല്ലെങ്കിൽ അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ കണക്കുകൂട്ടലുണ്ടോ? ഇതാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. അൻവറിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന സൂചനകൾ പ്രകാരം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ച പരിഗണന ലഭിച്ചില്ലെന്ന വികാരമാണ് അദ്ദേഹത്തിന് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇക്കാര്യം അദ്ദേഹം പൊതുവേദിയിൽ സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി വിദേശത്തുള്ള അൻവർ ഉടൻ കേരളത്തിലെത്തിയ ശേഷം തന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുമെന്നാണ് അദ്ദേഹത്തോട് അടുത്തുള്ളവർ പറയുന്നത്. കേരള രാഷ്ട്രീയത്തിലെ അൻവറിന്റെ യാത്ര തന്നെ നിരവധി അപ്രതീക്ഷിത വഴിത്തിരിവുകൾ നിറഞ്ഞതാണ്. ഇടതുപക്ഷത്തിന്റെ വിശ്വസ്തനായി തുടങ്ങിയ യാത്ര പിന്നീട് ഇടതു സർക്കാരിനെതിരായ കടുത്ത വിമർശകനായി മാറി. തുടർന്ന് പുതിയ രാഷ്ട്രീയ അഭയം തേടി. ആദ്യം UDFുമായി അടുക്കാൻ ശ്രമിച്ചു. പിന്നീട് പുതിയ പാർട്ടി രൂപീകരിച്ചു. അത് വലിയ ചലനം സൃഷ്ടിച്ചില്ല. ശേഷം ദേശീയ തലത്തിലുള്ള മറ്റൊരു പാർട്ടിയുമായി കൈകോർത്തു. അതിലൂടെ UDF രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമവും നടന്നു. എന്നാൽ ആ ശ്രമങ്ങളും പ്രതീക്ഷിച്ച രീതിയിൽ വിജയിച്ചില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മറ്റൊരു നിർണായക ഘട്ടമായി മാറി. UDFിൽ പ്രവേശിക്കാനുള്ള ആഗ്രഹം ശക്തമായിരുന്നെങ്കിലും മുന്നണിക്കുള്ളിൽ അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നു. ഒടുവിൽ അദ്ദേഹം സ്വന്തം രാഷ്ട്രീയ വഴിയിലൂടെ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വീണ്ടും UDFുമായി ചർച്ചകൾ നടന്നു. അവസാനം അസോസിയേറ്റ് അംഗത്വം ലഭിക്കുകയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാകാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ല. അതോടെ വീണ്ടും രാഷ്ട്രീയ സാഹചര്യം മാറി. തുടർന്ന് തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധവും അവസാനിപ്പിച്ച് സ്വതന്ത്ര രാഷ്ട്രീയ നിലപാടിലേക്കാണ് അൻവർ നീങ്ങിയത്. ഇതിനിടയിൽ CPMൽ നിന്ന് അകന്ന ചില നേതാക്കളുമായും സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരുമായും അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചകളും ശ്രദ്ധ നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ മൗനം വെറുമൊരു മൗനമല്ലെന്നും പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് മുന്നോടിയായിരിക്കാമെന്നുമാണ് ചിലരുടെ വിലയിരുത്തൽ. അതേസമയം ഇതെല്ലാം സംബന്ധിച്ച് അൻവർ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതിനാൽ ഇപ്പോൾ ഉയരുന്ന പല വിലയിരുത്തലുകളും രാഷ്ട്രീയ അഭ്യൂഹങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, കേരള രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത നീക്കങ്ങളുടെ മറ്റൊരു പേരാണ് PV അൻവർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ അത് വെറും ഒരു വാർത്തയാകുമോ, അതോ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്ന മറ്റൊരു പ്രഖ്യാപനമാകുമോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.